പുനഃസംഘടനാ ചർച്ചകൾക്കായി കെപിസിസി നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തും. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി കെപിസിസി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഡൽഹിയിൽ ചർച്ചയ്ക്കെത്തുന്നത്. ഡൽഹിയിലുള്ള എംപിമാരുടെ അഭിപ്രായവും തേടും. അതിനുശേഷം എഐസിസി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. കെപിസിസി സെക്രട്ടറിമാരുടെ പ്രഖ്യാപനവും ഉടൻ നടത്താനാണ് നീക്കം. കെ.ആർ. സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരും. സാജു, കെപിസിസി നേതൃത്വം ഡൽഹിയിലേക്ക് പുറപ്പെട്ടോ? രാവിലെ 7:30 തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനത്തിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നും നാളെയുമാണ് ഡൽഹിയിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെയുണ്ട്. അതായത് കെപിസിസിയുടെ പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഡൽഹിയിലുണ്ട്. ഒപ്പം UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ള എംപിമാർ കൂടി ഡൽഹിയിലുണ്ട്. സ്വാഭാവികമായും ഇരുമൊക്കെയായുള്ള ആശയവിനിമയങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തും. DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയാണ് ഏറ്റവും ആദ്യം പുറത്തു വരേണ്ടത്. നിലവിൽ തൃശ്ശൂരിലാണ് ഏറ്റവും അവസാനം DCC അധ്യക്ഷൻ വന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലെ DCC അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നിടത്തേക്കാണ് ബാക്കി 13 മാറ്റുക എന്നൊരു ആശയമുണ്ട്. അപ്പോഴും മികച്ച പ്രവർത്തനം നടത്തിയ എറണാകുളം, കണ്ണൂർ അടക്കമുള്ള 4 ജില്ലകളിൽ മാറ്റേണ്ടതില്ല എന്ന തരത്തിലുള്ള ആശയങ്ങളും നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ചിലരെ മാറ്റുകയും ചിലരെ നിലനിർത്തുകയും ഒക്കെ ചെയ്താൽ മാറ്റുന്നവർ അവർ വേണ്ടത്ര പ്രവർത്തിക്കാത്തവരാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടും. അത് ഗുണം ചെയ്യില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുമുണ്ട്. ഏതായാലും എല്ലാ ജില്ലകളിലേക്കുമുള്ള പട്ടിക, ഒരു കരട് പട്ടിക തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്മേൽ മുൻഗണനാ ക്രമത്തിൽ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ പൂർത്തീകരിച്ച ശേഷമാണ് കേരളത്തിൽ നിന്നും നേതാക്കൾ ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒരു വട്ടം ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഹൈക്കമാൻഡിലുള്ള KC വേണുഗോപാൽ, അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്നിവരുമൊക്കെയായി കൂടി സംസാരിച്ച് എംപിമാരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് ഈ പട്ടികയെ അന്തിമമാക്കി ഹൈക്കമാൻഡിന് കൈമാറുക എന്ന ദൗത്യമാണ് ഈ 2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുക. ഒപ്പം KPCC ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം ഏതാണ്ട് 24 എന്നുള്ളത് 35 ഉയർത്തും. നിലവിലുള്ള ചില ഭാരവാഹികളെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ പേരെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയ ഉണ്ടാവും. അപ്പോൾ DCC അധ്യക്ഷ പദവി നഷ്ടപ്പെടുന്നവരെ ആ പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരാനും കൂടി നേതൃത്വത്തിന് കഴിയും. ചിലരെയുമൊക്കെ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണവുമൊക്കെ കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KPCCക്ക് കുറച്ചു കാലമായി ട്രഷറർ പദവിയിൽ ആളില്ല, അതും നികത്തപ്പെടും. KPCC സെക്രട്ടറിമാരുടെ ഒരു ജംബോ നിര തന്നെ ഉണ്ടായേക്കും. പക്ഷേ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കാനുള്ളത് DCC അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനമാണ്. അത് സംബന്ധിച്ച ധാരണകൾ ഇന്ന് രാത്രിയോടുകൂടി രൂപം കൊള്ളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ശരി.